ഞാനിന്ന് പോലീസിൻ്റെ സഹായമൊന്നും കൂടാതെ ഒരു കള്ളനെ കണ്ടുപിടിച്ച കഥ പറയട്ടെ. ഇന്ന് രാവിലെ ബാക്ക്യാർഡിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച സങ്കടപ്പെടുത്തുന്നതായിരുന്നു. തക്കാളി, വെണ്ട, പച്ചമുളക്, പിന്നെ കുറേ പൂച്ചെടികൾ, എല്ലാത്തിൻ്റെയും ഇലകൾ മൊത്തം നഷ്ടപ്പെട്ടു നിൽക്കുന്നു. ആദ്യം ഞാൻ വിചാരിച്ചത് ഈ ചെടികൾക്ക് എന്തെങ്കിലും രോഗം പിടിച്ചതാണോ, അതോ എന്തെങ്കിലും കീടങ്ങൾ തിന്നതാണോ, ഒന്നും അറിയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഗാർഡനിൽ പതുങ്ങിയിരിക്കുന്ന കള്ളനെ പിടികൂടി. ഇലകളുടെ അതേ നിറമായതുകൊണ്ട് പെട്ടെന്ന് കാണാൻ പാടാണ്. ഇവനാണ് ഇഗ്വാന. നമ്മുടെ നാട്ടിൽ ഇഗ്വാനകളുണ്ടോ? ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. നാട്ടിൽ ഇവരെ എന്തു പേരാണ് വിളിക്കുന്നത്? ഇതുപോലെയുള്ള ജീവികളിൽ നിന്നും ചെടികളെ സംരക്ഷിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ അനുഭവം കമൻറ്റിൽ എഴുതൂ. മറ്റുള്ളവർക്കും അത് ഉപകാരമായിരിക്കും. പ്രകൃതിയിലെ എല്ലാ ജീവിക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ടല്ലോ. അതുകൊണ്ട് ഇവയെ ഉപദ്രവിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ ജീവനെ പോലെ വളർത്തുന്ന ചെടികൾ ഇങ്ങനെ നശിപ്പിക്കുമ്പോൾ സങ്കടം വരും. പല്ലിയെപ്പോലെ തോന്നുമെങ്കിലും വലിപ്പത്തിലും രൂപത്തിലും ഏറെ വ്യത്യസ്തമാണ്. മരങ്ങളിലും ചെടികളിലും കയറി നടക്കാനും സൂര്യപ്രകാശത്തിൽ ശരീരത്തിൻ്റെ ചൂട് ക്രമീകരിക്കാനും ഇഗ്വാനകൾക്ക് ഇഷ്ടമാണ്. പ്രധാനമായും ഇലകളും പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്ന സസ്യബുക്കുകളാണ് ഇഗ്വാന. നീണ്ട വാലും ശക്തമായ കാലുകളും ഇതിൻ്റെ പ്രത്യേകതകളാണ്. പ്രകൃതിയിലെ വളരെ കൗതുകകരമായ ജീവികളാണ് ഇഗ്വാനകൾ. അടുത്തുനിന്ന് കാണുമ്പോൾ ഇതിൻ്റെ രൂപവും ചലനങ്ങളും അതിശയിപ്പിക്കുന്നതാണ്. ചൂടുള്ള കാലാവസ്ഥയാണ് ഇവയ്ക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ പലപ്പോഴും സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് ഇരിക്കുന്നത് കാണാം. അപകടം തോന്നിയാൽ വേഗത്തിൽ ഓടിപ്പോവാനും ശക്തമായ വാലുപയോഗിച്ച് സ്വയം രക്ഷിക്കാനും ഇവയ്ക്ക് കഴിയും. നീളമുള്ള വാലും ശക്തിയുള്ള കാലുകളും പുറത്ത് കാണുന്ന മുള്ളു പോലെയുള്ള ഒരു ഭാഗവും ഇവയ്ക്ക് രക്ഷയാണ്. നിങ്ങൾ ഇത്രയും അടുത്തൊരു ഇഗ്വാനയെ കണ്ടിട്ടുണ്ടോ? ആദ്യമൊക്കെ ഇതിൻ്റെ രൂപം കാണുമ്പോൾ നമുക്ക് ഭയം തോന്നും. എന്നാൽ ഇത് ആരെയും ഉപദ്രവിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.